മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പാഠാവലി മലയാളം ഫസ്റ്റിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. മാതൃകാ ചോദ്യങ്ങൾ കൂടെയാണ് കേട്ടോ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പൊ എന്തിനാണ് ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കൾ ആദ്യമായിട്ടില്ലേ ഹൈസ്കൂളിൽ കയറിയതിനു ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് പരീക്ഷ ഉണ്ടാവുക, മലയാളം പരീക്ഷ എങ്ങനെയാണ് ഉണ്ടാവുക, എങ്ങനെയാണ് ചോദ്യത്തിന്റെ അല്ലെ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, എത്ര മാർക്കിലാണ്, എത്ര ടൈം എടുക്കണം, ഓരോ ചോദ്യവും എത്ര സമയം വെച്ചിട്ട് എഴുതണം എന്നൊക്കെ മക്കൾക്ക് സംശയം ഉണ്ടാവില്ലേ? അതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്യാനാണ് ടീച്ചർ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ എത്രയൊക്കെ മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? 1 മാർക്കിന്റെ 4 ചോദ്യങ്ങളുണ്ട്, 3 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ, 5 മാർക്കിന്റെ 4 ചോദ്യം, 7 മാർക്കിന്റെ 1 ചോദ്യം. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. അതിൽ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ എത്ര എഴുതണം എന്നുള്ളത് ഇവിടെ തന്നെ ചോദ്യത്തിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യം വായിക്കുക എന്നുള്ളതാണ് പരീക്ഷ ഹാളിൽ കയറുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ നോക്കൂ, നിങ്ങൾ 5 മുതൽ 7 വരെ, അതാണ് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ അത്രയും ആണ് വരുന്നത്. 5 മുതലാണ് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ വരിക. 1 മാർക്കിന്റെ ചോദ്യമാണ് 1 മുതൽ 4 വരെ വരുന്നത്. അപ്പൊ 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 or 4 വാക്യത്തിൽ ഉത്തരം എഴുതുക. 1, 2, 3, 4 ഇത്രയും മതി. 3 or 4 വാക്യത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഉത്തരം എഴുതേണ്ടത്. അതിൽ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1.5 മണിക്കൂറേ സമയമുള്ളൂ പരീക്ഷയ്ക്ക് എന്ന് മക്കൾ ആലോചിക്കണം. 40 മാർക്കുള്ളത് നമ്മൾ എഴുതുകയും വേണം. അപ്പൊ അനാവശ്യമായിട്ട് എഴുതി സമയം കളയാൻ പാടില്ല. ഓക്കെ, അപ്പൊ കൃത്യമായ രീതിയിൽ ടൈം മാനേജ് ചെയ്തുകൊണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം എന്താണോ അത് സമയപരിധിക്കുള്ളിൽ എഴുതാനാണ് നമ്മൾ മലയാളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചോദ്യം തന്നിട്ടുള്ളത്? 3 മാർക്കിന്റെ ചോദ്യം. അപ്പൊ എത്ര എഴുതണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ചില സമയത്ത് നമുക്ക് പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളോടൊപ്പം വ്യാകരണ ചോദ്യങ്ങളും എവിടെ ഉണ്ടാവും? 3 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഏതൊക്കെയായിരിക്കും വരിക എന്നൊക്കെയുള്ളത് നമുക്ക് മാരത്തോൺ ലൈവുകളിൽ അല്ലെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ലൈവുകളിൽ അതൊക്കെ ടീച്ചർ പഠിപ്പിച്ചു തരും കേട്ടോ. എന്നിട്ട് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ വിടുള്ളൂ. അപ്പൊ അതൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇതേപോലെയുള്ള സാധ്യതയുള്ള എല്ലാ പാഠഭാഗത്തിലെയും ചോദ്യങ്ങൾ, വ്യാകരണ ചോദ്യങ്ങളും അല്ലാത്ത ചോദ്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ചോദ്യങ്ങളുള്ളത്? അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കി മാറ്റി എഴുതുക. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിലും കുഴപ്പമില്ല. എങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ അർത്ഥവ്യത്യാസം വരാതെ അല്ലെ, ഈ പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരരുത്. അതെന്താണോ ആശയം കൺവേ ചെയ്യുന്നത് ആ ആശയത്തിന് വ്യത്യാസം ഒന്നും വരരുത്. അതിന്റെ അർത്ഥത്തിന് മാറ്റം ഒന്നും ഉണ്ടാവാതെ ഇതിനെന്ത് ചെയ്യണം? കുറച്ചുകൂടി ലഘുവാക്യമാക്കി മാറ്റി തീർക്കുകയാണ്. അപ്പൊ ഇവിടെ ആവശ്യമില്ലാതെ അല്ലെ ഈ വലിയ അർത്ഥമൊന്നും വ്യത്യാസം വരാതെ നിൽക്കുന്ന ചില പദങ്ങളുണ്ട് അല്ലെ, വാക്കുകളുണ്ട്. അവയെ എന്ത് ചെയ്യാൻ നമുക്ക് എടുത്തു കളഞ്ഞാൽ തന്നെ ഇതെന്ത് ചെയ്തു? എന്താണ് ലഘുവാക്യമായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ മാറ്റേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. നോക്കൂ നിങ്ങള്, എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത്. അപ്പൊ എന്തൊക്കെ മാറ്റാം? എൻ്റെ വേണ്ട, അപ്പച്ചൻ്റെ അടുത്തേയും വേണ്ട. അപ്പച്ചൻ്റെ സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സാറും ചേർന്നാണ് എന്ത് ചെയ്തത്? പാട്ടുകൾ ചെയ്തത്. അതിൽ എന്ന് വേണ്ടല്ലോ, വലിയ അർത്ഥവ്യത്യാസമൊന്നും ഈ വാക്കുകൾ കളഞ്ഞപ്പോൾ ആ വാക്യത്തിന് ഉണ്ടായിട്ടില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ലഘുവാക്യമാക്കി മാറ്റുക. എന്നാൽ അർത്ഥത്തിന് വ്യത്യാസവും സംഭവിക്കരുത്. നോക്കൂ നിങ്ങൾ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 6ാമത്തെ ചോദ്യമാണ്. ഈ 5ാമത്തെയും 6ാമത്തെയും ചോദ്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ എഴുതേണ്ട ചോദ്യങ്ങളാണ് കേട്ടോ. 7ാമത്തതിന് മാത്രമാണ് ഓപ്ഷൻ ഉള്ളത്. എ അല്ലെങ്കിൽ ബി എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. 7ാമത്തതിൽ എ അറിയാം, എന്നാൽ എയും ബിയും അറിയാം, 5ാമത്തത് അറിയില്ല എന്നതുകൊണ്ട് 5ാമത്തെ ഒഴിവാക്കിയിട്ട് 2 എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്നൊന്നും വിചാരിക്കരുത്. 5ഉം 6ഉം നിർബന്ധമായിട്ട് നമ്മൾ എഴുതേണ്ടതാണ്. 7ാമത്തതിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഓപ്ഷൻ ഉള്ളത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നോക്കൂ നിങ്ങള്, 6ാമത്തെ ചോദ്യം എന്താണ്? വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ അല്ലെ തിങ്കളാഴ്ച നല്ല ദിവസം പ്രദർശിപ്പിക്കുന്നു.
തിങ്കളാഴ്ച നല്ല ദിവസം നിങ്ങൾ പഠിച്ചിട്ടില്ലേ അല്ലേ? ഇല്ലെങ്കിൽ ടെൻഷൻ ഒന്നും ആവണ്ട, നമുക്ക് ഇനിയും മാരത്തോൺ ഉണ്ട്, അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും അല്ലേ? 12-ാം തീയതി രാത്രി അല്ലെ ടീച്ചർ വരും, മെഗാ മാരത്തോൺ ലൈവുമായിട്ട് വരും. എല്ലാ ചാപ്റ്റേഴ്സും പരീക്ഷയ്ക്കുള്ള എല്ലാ ചാപ്റ്റേഴ്സും സാധ്യതയുള്ള ചോദ്യങ്ങളും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഉറങ്ങാൻ പോകുള്ളൂ. പിറ്റേന്ന് രാവിലെ 13-ാം തീയതി രാവിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും എന്ത് ചെയ്യും നമ്മൾ ചെയ്യും. എന്നിട്ട് അതൊക്കെ പഠിച്ച് സെറ്റായിട്ട് അല്ലെ അത്രയും കോൺഫിഡൻസോട് കൂടിയായിരിക്കും എൻ്റെ മക്കള് പരീക്ഷ എഴുതാൻ വേണ്ടി 13-ാം തീയതി പോവുക കേട്ടോ. അപ്പോൾ കോൺഫിഡൻസോട് കൂടെ സെറ്റായിട്ട് നിങ്ങൾ ഇരിക്കുക. യാതൊന്നിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്താ ചെയ്യുന്നത്? അടുത്ത ചോദ്യമാണ്. നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന സിനിമയാണ് എന്ത് ചെയ്യുന്നത്, പ്രദർശിപ്പിക്കുന്നത് അല്ലെ. ഇതിന്റെ പ്രചാരണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. ഫിലിം ഫെസ്റ്റിന്റെ പ്രചരണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 7-ാം ക്ലാസ് വരെ 6-ലും 5-ലും ഒക്കെ നിങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ പോസ്റ്റർ ഉണ്ടാക്കണേ നമ്മൾ അല്ലെ? എന്തിനാണ് പോസ്റ്റർ, എന്തിനാ പോസ്റ്ററിന്റെ ആവശ്യം എന്താണ്? നമ്മൾ വഴിയരികിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പം എല്ലാം ഡിജിറ്റൽ അല്ലേ, നമ്മൾ ഫോണിലൊക്കെ ഒരുപാട് പോസ്റ്ററുകൾ നമ്മൾ കാണാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ പോസ്റ്ററുകൾ? അതായത് ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ, ഒരു കാര്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അത് ആകർഷകമായ രീതിയിൽ നിറങ്ങൾ, ചിത്രങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ആണ് എന്ത് ചെയ്യാം നമുക്ക് പോസ്റ്ററുകൾ നമ്മൾ കാണുന്നത്. ഏതെങ്കിലും ഒരു അറിയിപ്പ് അല്ലെ, ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഇനാഗുറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, ഒരു അല്ലെ പുതിയ കട തുറക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ പോസ്റ്ററുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും എന്ത് നിർമ്മിക്കാറുള്ളത്, പോസ്റ്ററുകൾ നിർമ്മിക്കാറുള്ളത്. നിങ്ങൾ കളറും സ്കെച്ചൊക്കെ കൊടുത്തിട്ട് ക്ലാസ്സിൽ നോട്ട്ബുക്കിലൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ പോസ്റ്ററുകൾ. അപ്പോൾ ആളുകളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വിവരങ്ങളെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ദൃശ്യ സന്ദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസ്റ്റർ എന്ന് പറയുന്നത്. കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ണിൽ പിടിക്കണമല്ലോ പോസ്റ്റർ അല്ലെ, അതൊരു പരസ്യമാണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നിറങ്ങളും ചിത്രങ്ങളും ചെറിയ ചെറിയ സെന്റൻസിലൂടെയാണ്. ഒരുപാട് കാര്യം എസ് എഴുതി പോലെയൊക്കെ പോസ്റ്റർ എഴുതി ആരെങ്കിലും വായിക്കോ? ഇല്ല. അപ്പൊ ലളിതമായിട്ടുള്ള പദങ്ങളിലൂടെ അല്ലെ വാക്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാകുക, നമ്മുടെ പോസ്റ്ററിൽ ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് ഒരു നല്ല പോസ്റ്ററിന്റെ ഘടകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെക്കണം, ആകർഷകമായിട്ടുള്ള ഒരു തലക്കെട്ട് ഉണ്ടാവണം. ആ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവണം എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. അതേപോലെ വ്യക്തമായ സന്ദേശമായിരിക്കണം അല്ലെ, എന്താണോ കാര്യം അതിനെ വ്യക്തമാക്കുന്നതായിരിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ നീട്ടിപ്പരത്തിയൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയും അങ്ങനെയും ആയതുകൊണ്ട് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയാൻ പാടുണ്ടോ? നമുക്ക് ചിലർ സംസാരിക്കുന്നേക്കും, എന്താ കാര്യം നമുക്ക് മനസ്സിലാവില്ല, എന്താ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല അല്ലേ. അങ്ങനെ ആവരുത്. എന്താണോ അല്ലെ ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ വാക്കുകളിലൂടെ അല്ലെ സന്ദേശങ്ങൾ എന്താണ് ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ അനുയോജ്യമായിട്ടുള്ള ചിത്രങ്ങൾ. ഇപ്പൊ പരീക്ഷയ്ക്ക് നമുക്ക് ചിത്രങ്ങളൊന്നും ഒരുപാട് ഡെക്കറേഷൻ ഒന്നും സമയം ഉണ്ടാവില്ല, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അല്ലെ, പെൻസിലും സ്കെയിലും ഒക്കെ വെച്ചിട്ടൊരു അല്ലെ കള്ളിയൊക്കെ വരച്ച് അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ അല്ലെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അല്ലെ. ചുരുക്കവും ലളിതവുമായിരിക്കണം ഭാഷ എന്ന് ടീച്ചർ പറഞ്ഞില്ലേ, ഓൾറെഡി പറഞ്ഞു. അതേപോലെ നമുക്ക് കളേഴ്സൊക്കെ അല്ലെ നമ്മളെ സ്കൂളിലൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. പരീക്ഷയ്ക്ക് അത്രയൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളൊരു പോസ്റ്ററാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തലക്കെട്ട് കൊടുക്കണം. എന്താ അവിടെ നടക്കണേ, സിനിമാ പ്രദർശനമാണ് അല്ലെ. അപ്പൊ നമ്മൾ മുകളിലായി സിനിമാ പ്രദർശനം എന്ന് തന്നെ നമ്മൾ കൊടുക്കുക. പിന്നെ അതിന്റെ താഴെ സിനിമയുടെ പേര് അല്ലെ, അത് വലുതായിട്ട് എന്ത് ചെയ്യണം, ഏത് സിനിമയാണ് എന്നുള്ള പേര് നമ്മൾ കൊടുക്കുക. പിന്നെ സിനിമയുടെ പേരിന് താഴെ ഇവിടെ കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ് വിവരങ്ങള്, സിനിമയുടെ പേര്, അതിന്റെ സംവിധായകൻ അല്ലെ, പി പത്മരാജന്റെ സിനിമയാണ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. കൺഫ്യൂഷനുള്ള ആളുകളൊന്നും ടെൻഷൻ ആവണം, നമ്മൾ പഠിക്കും ഇനി. ഓക്കെ, അപ്പൊ പി പത്മരാജന്റെയാണ് സിനിമ എന്ന് പറയുന്നത്. പത്മരാജനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വലിയ മലയാളത്തിലുള്ള ഒരുപാട് കൃതികൾ എഴുതിയിട്ടുള്ള അല്ലെ ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരനാണ്. ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറയണം, ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ രചനയും സംവിധാനവും ആരാണ്, പി പത്മരാജനാണ്. പിന്നെ എന്താണ്, ഓരോ തന്നിരിക്കുന്ന ഓരോ സൂചനകളും, നിർമ്മാണം മാണി, അഭിനേതാക്കള് കവിയൂർ പൊന്നമ്മ, മമ്മൂട്ടി അല്ലെ, അങ്ങനെ ഇതൊക്കെ സൂചനകൾ കൃത്യമായ രീതിയിൽ ആകർഷകമായ രീതിയിൽ എഴുതിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ 3 മാർക്കേ ഉള്ളൂ.
അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ ഒരു എന്ത് ചെയ്യുക, ഒരു സ്ക്വയറൊക്കെ വരച്ച് അല്ലെ അതിലെന്താണ് സിനിമാ പ്രദർശനം അല്ലെ സിനിമയുടെ പേര് വലുതാക്കി എഴുതുക, പിന്നെ ആരാണ് സംവിധായകൻ, നിർമ്മാതാവ്, അഭിനേതാക്കൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, അത്രയും മാത്രം മതി അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആയോ, മനസ്സിലായോ? യെസ്. അടുത്തത് നമ്മുടെ 7ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് നമ്മൾ നോക്കണേ. നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ. ഏതാണ് പാഠഭാഗം? പനിനീർ പൂവാണ് അല്ലെ. നിന്റെ ജീവിതം മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത് അല്ലെ. പനിനീർ പൂവിനോട് പറയാണ്, പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയണേ അല്ലെ. ഞാൻ അങ്ങനെ എല്ലാം ഉദ്ദേശിച്ചത് എന്ന് കവി പറയാണ്. എൻ്റെ പൊന്നോമനെ എന്നോട് നീ എനിക്ക് മാപ്പ് നൽകൂ, എന്നോട് ക്ഷമിക്കടാ അല്ലെ എന്നൊക്കെ ആര് പറയാണ്? കവി പനിനീർ പൂവിനോട് പറയാണ് അല്ലെ. അപ്പോൾ ഓരോ ജീവിതത്തിനും അല്ലെ എന്താണ് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇത് നിസ്സാരമായ ജീവിക്ക് എന്താണ് അതിൻ്റെതായ പ്രാധാന്യം ഭൂമിയിലുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കവിതയായിരുന്നു അതല്ലേ. കവിയുടെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ജീവിത സന്ദേശം എന്തെല്ലാം അല്ലെ? ആദ്യം ടീച്ചർ പറഞ്ഞ ഉത്തരം തന്നെയാണ്. അതായത് ഏത് കുഞ്ഞു ഒരു ഉറുമ്പിന് പോലും എന്താണ് ഉറുമ്പ് എന്നൊക്കെ പറയുന്നത് നിസ്സാര ജീവിയായിരിക്കാം, പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനുഷ്യർക്ക് ഉറുമ്പിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് അറിയാമോ? ഐക്യം, സൗഹൃദം അല്ലെ. അത് ഒരു നിമിഷം പോലും ഉറുമ്പുകൾ റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ കാണാറില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതെ എന്ന് നിസ്സാരമായി കാണുന്ന ആ കുഞ്ഞു ഉറുമ്പിന് പോലും എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിൽ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഓരോന്നിനും എന്താണ് ഭൂമിയിലുള്ള ഓരോ വസ്തുവിനും അതിൻ്റെതായ പ്രാധാന്യം ചെയ്യാനുണ്ട് എന്നും അല്ലെ. ഓരോ ജീവനും എന്താണ് ഭൂമിയിൽ ഓരോ കർമ്മമുണ്ട് എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തെയാണ് എന്ത് ചെയ്യുന്നത് ഒരു വരിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കവിതയിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. മനുഷ്യരല്ലാത്ത അല്ലെ ജീവജാലങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള കടമയുണ്ട്. നമ്മൾ വിചാരിക്കും മനുഷ്യർക്ക് മാത്രമാണ്, അങ്ങനെയല്ല. മനുഷ്യർക്ക് മാത്രമല്ല, മനുഷ്യേതരമായിട്ടുള്ള ജീവജാലങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ട് അല്ലെ. ഇവർക്കൊക്കെ ഭൂമിയിൽ എന്താണ് അവരവരുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നും കടമകളുണ്ട് എന്നും ആ കടമ ആർക്കുമുണ്ട്? ഇവിടെ ഒരു പൂവിനും പോലും ഉണ്ട് അല്ലെ. പൂവിനും പോലും എന്നല്ല, ആ പൂവിനും ഉണ്ട് എന്ന് കവി തിരിച്ചറിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് മഹത്തായിട്ടുള്ള സന്ദേശമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കുഞ്ഞു കവിതയിലൂടെ ആര് നമുക്ക് തരുന്നത്? കവി നമ്മളിലേക്ക് പകർന്നു തരുന്നത്. അപ്പോൾ 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം ബാക്കിയുള്ള പാഠഭാഗങ്ങളൊക്കെ അല്ലെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതേപോലെ കോണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഏതേത് പാഠമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യേണ്ട എങ്ങനെ ടീച്ചർ അറിയാം? അപ്പോൾ അതനുസരിച്ച് ടീച്ചർ എന്ത് ചെയ്യും ഓരോരോ വീഡിയോസ് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ കോൺഫിഡൻസോട് കൂടെ ഇരിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. മാരത്തോണൊന്നും മറന്നു പോരുത്. മലയാളം മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം അറബി, ഉറുദു, സംസ്കൃതം അല്ലെ എല്ലാം നമുക്കിവിടെ പഠിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് ലാംഗ്വേജ് മാത്രമല്ല, സെക്കൻഡ് ലാംഗ്വേജ് ആവട്ടെ, ഹിന്ദി, ഇംഗ്ലീഷ് അല്ലെ എല്ലാ വിഷയങ്ങളും, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ, ബയോളജി എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഇതേപോലെ നിങ്ങളുടെ കൂടെ നിന്ന് ചേർത്ത് നിർത്തി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും കൂടെ ചെയ്യാട്ടോ. വീണ്ടും കാണാം. ബൈ.